കർത്താവിൻ്റെ നാമം മഹത്വപ്പെടുമാറാകട്ടെ. നമ്മൾ കേൾക്കുന്ന ദൈവത്തിൻ്റെ വചനം അല്ലെങ്കിൽ നമ്മൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന, ആരാധനയൊക്കെ വളരെ അനുഗ്രഹമാകുന്നു എന്നുള്ളതിൽ ദൈവത്തെ ഞാൻ സ്തുതിക്കുന്നു. പ്രത്യേകിച്ച് പലർക്കും അവരുടേതായിട്ടുണ്ടായിരിക്കുന്ന ചിന്തകൾ, ചോദ്യങ്ങളുണ്ട്. ഞാൻ മറ്റൊരു ജാതിയിൽ നിന്ന് അല്ലെങ്കിൽ മറ്റൊരു മതത്തിൽ നിന്ന് ദൈവവിശ്വാസത്തിലേക്ക് വന്നു. നിങ്ങളോട് സംസാരിക്കുന്ന ഞാൻ തന്നെ ഒരു ഹൈന്ദവ വിശ്വാസത്തിൽ നിന്നാണ് കർത്താവിലേക്ക് വരികയും കർത്താവിൽ വിശ്വസിക്കുകയും ആ പ്രാർത്ഥനാ യോഗങ്ങളിലും ആരാധനകളിലൊക്കെ പങ്കെടുക്കാനായിട്ട് ഇടയായത്. ഹല്ലേലൂയ. അതൊരു റിലീജിയൻ പോലെ അല്ലെങ്കിൽ ഒരു മതത്തിൻ്റെ ആചാരം പോലെ നമ്മൾ പോകുന്നു വരുന്നു എന്നുള്ളതിൽ ക്രിസ്ത്യാനികൾ ഞായറാഴ്ച ആരാധനയിൽ പോകുന്നു, മുസ്ലിംസ് വെള്ളിയാഴ്ച പള്ളിയിൽ പോകുന്നു, ഹിന്ദുക്കൾ അവരുടെ ക്ഷേത്രത്തിൽ പോകുന്നു. ഇതേപോലെ തന്നെ മറ്റൊന്നിൽ നിന്ന് നമ്മൾ കൺവേർട്ടഡായി ക്രിസ്തീയ ആരാധനാലയങ്ങളിൽ പോകുന്നു, അല്ലെങ്കിൽ പ്രാർത്ഥനയിൽ പോകുന്നു, വചനം കേൾക്കുന്നു, നമ്മൾ പോരുക. എന്നാൽ ദൈവം ആഗ്രഹിക്കുന്നതും അല്ലെങ്കിൽ ദൈവം നമ്മെ സൃഷ്ടിച്ചിരിക്കുന്ന ആ സൃഷ്ടിപ്പിനെ കുറിച്ചും, അല്ലെങ്കിൽ നാം വെറുതെ ജനിച്ചതല്ല, ആ ജനിച്ചതിനകത്ത് ദൈവത്തിൽ ഒരു പർപ്പസ് ഉണ്ട് എന്നുള്ള ബോധ്യമൊന്നും തിരിച്ചറിയാതെ ഒരു ആരാധനാ ശൈലി, ഒരു മതത്തിൻ്റെ ആചാരം പോലെ പല ആരാധനാലയങ്ങളിൽ നമുക്ക് എവിടെയാണോ പോകാൻ എളുപ്പം അങ്ങനെ ആരാധനാലയങ്ങളിൽ പോവുക വരിക എന്നുള്ളതാണ്. എന്നാൽ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴും നമ്മൾ എന്തിൽ നിന്നാണോ വന്നത്, അല്ലെങ്കിൽ ഏത് മതത്തിൽ നിന്നാണോ ഏത് ജാതിയിൽ നിന്നാണോ നമ്മൾ വന്നത്, കർത്താവിനെ അറിഞ്ഞിട്ടും, അല്ലെങ്കിൽ നമ്മൾ പലപ്പോഴും കേൾക്കാറുണ്ട് കർത്താവ് അത്ഭുതങ്ങളെ ചെയ്യുന്നു, രോഗികളെ സൗഖ്യമാക്കുന്നു, ഭൂതങ്ങളെ പുറത്താക്കുന്നു. എന്നാൽ വലിയ മഹത്വരമായ ഒരു ജീവിതം ക്രിസ്തുവിലുണ്ട് എന്നുള്ള ബോധ്യമൊക്കെ നമുക്ക് ഉണ്ടായിരിക്കുമ്പോൾ പോലും പഴയ നാളുകളിൽ പഴയ കാലങ്ങളിൽ ജീവിച്ചിരിക്കുന്ന ആ ഒരു ജീവിത അനുഭവത്തിൽ നിന്ന് ഒരു മാറ്റവും ക്രിസ്തുവിലേക്ക് വന്നിട്ട് കണ്ടില്ല. എന്നാൽ പള്ളിയിൽ പോകുന്നുണ്ട്, ആരാധനാലയങ്ങളിൽ പോകുന്നുണ്ട്, മെസ്സേജ് കേൾക്കുന്നുണ്ട്, ബൈബിൾ വായിക്കുന്നുണ്ട്. അങ്ങനെ പലരും നമ്മളോട് ചോദിക്കാൻ തുടങ്ങി. നമ്മുടെ വീട്ടിലുള്ളവർക്ക് പോലും ഒരു ചോദ്യചിഹ്നമായി. എന്നാൽ അവർ ചോദിക്കുന്ന ചോദ്യത്തിൻ്റെ മേൽ മറുപടി പറയുവാനോ ഒന്നും നമുക്ക് കഴിയുന്നതല്ല. ഹല്ലേലൂയ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എനിക്ക് തോന്നുന്നു ഒരു ദിവസം തന്നെ 10-15 ചർച്ചുകളിലൊക്കെ ഞാൻ പോയി, അല്ലെങ്കിൽ ആരാധനാലയങ്ങളിലും പ്രാർത്ഥനകളിലും ഉപവാസത്തിലും എവിടൊക്കെ ആരാധനയുണ്ടോ, എവിടൊക്കെ പോസ്റ്റർ കാണുന്നുണ്ടോ അവിടെ എല്ലാം പോയി ആരാധനാലയങ്ങളിലും പ്രാർത്ഥനയിലുമൊക്കെ പങ്കെടുക്കുന്ന ഒരു ജീവിത ശൈലിയായിരുന്നു. ഞാൻ എൻ്റെ സാക്ഷ്യം പൂർണ്ണമായിട്ട് സംസാരിക്കുന്നില്ല, പക്ഷെ അവിടെ ഒന്നും എനിക്കൊരു വളർച്ചയും കണ്ടെത്താനാകുന്നില്ല. അവസാനം ഇതെല്ലാം മടുത്ത് നിൽക്കുന്ന ഒരു സമയത്തിൽ വ്യക്തിപരമായ ഒരു പ്രാർത്ഥനയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയത്താണ് ഒരു ദൈവശബ്ദം എന്ന പോലെ ഞാൻ കേൾക്കാനിടയായത്. സത്യം നീ അറിയുകയും സത്യം നിന്നെ സ്വതന്ത്രമാക്കുകയും ചെയ്യും. ഹല്ലേലൂയ. അപ്പോൾ ഞാൻ ഇന്ന് വരെ കേൾക്കാത്ത, അപ്പോൾ ഞാൻ കേൾക്കുന്നതൊന്നും സത്യമല്ലേ? ആരാധനാലയങ്ങളിൽ കേൾക്കുന്നത് സത്യമല്ലേ? വചനത്തിൽ നിന്ന് കേൾക്കുന്നത് സത്യമല്ലേ? അല്ലെങ്കിൽ ദൈവദാസന്മാരിൽ നിന്ന് കേൾക്കുന്നത് സത്യമല്ലേ? അവർ പറഞ്ഞു തരുന്നത് സത്യമല്ലേ? അപ്പോൾ ഇനിയൊരു സത്യം ഉണ്ടോ എന്നുള്ളൊരു ചോദ്യമായി പിന്നീട്. ഹല്ലേലൂയ. അങ്ങനെ ദൈവവചനം, നിങ്ങൾ ബൈബിൾ വായിക്കുന്നവരാകാം, നിങ്ങൾ ദൈവവചനം കേൾക്കുന്നവരാകാം, പക്ഷേ ആ കേൾക്കുന്ന വചനത്തിൻ്റെ ആത്മീകമായ മർമ്മം, ഹല്ലേലൂയ, ആ മിസ്റ്ററി, ഹല്ലേലൂയ, നിങ്ങളിൽ പുറത്തു വരുന്നതാണ്. അത് കണ്ടെത്തുന്നതാണ് നമ്മുടെ അനുഗ്രഹം എന്ന് പറയുന്നത്. ഹല്ലേലൂയ. അതാണ് വിലയേറിയ വിത്ത് എന്ന് പറയുന്നത്. ഹല്ലേലൂയ. കർത്താവ് പലപ്പോഴും വിത്ത് എന്ന് പറയുന്നത്.
വിലയേറിയ മർമ്മം, ദൈവവചനത്തിൻ്റെ ആത്മീക സത്യം, അന്തസത്ത് എന്ന് പറയുന്നത്. ഹല്ലേലൂയ. ആ വിത്താണ് നമ്മുടെ ഹൃദയത്തിൽ പരിണമിക്കേണ്ടത്. ഹല്ലേലൂയ. ഒരു വചനം നിങ്ങൾ കാണാപ്പാഠം പഠിച്ചതുകൊണ്ടോ ഹല്ലേലൂയ ഒരു മെസ്സേജ് കേട്ട് ഹല്ലേലൂയ നിങ്ങളുടെ ഹൃദയത്തിൽ സൂക്ഷിക്കുക എന്നുള്ളതല്ല. ആ വചനത്തിൻ്റെ അന്തസത്ത്, ആ വിലയേറിയ മുത്ത്, ഹല്ലേലൂയ, സമുദ്രത്തിൻ്റെ അടിത്തട്ടിലെ വിലയേറിയ മുത്ത് കണ്ടെത്തിയതുപോലെ ആ മുത്താണ് നിങ്ങളുടെ ഹൃദയത്തിനകത്തേക്ക് വീഴേണ്ടത്. എന്നാൽ ആ മുത്ത് കണ്ടെത്തേണ്ടത് ഹല്ലേലൂയ നമ്മൾ തന്നെയാണ്. ഹല്ലേലൂയ. അന്വേഷിപ്പിൻ കണ്ടെത്തും എന്ന് പറഞ്ഞതുപോലെ തന്നെ ആ ദൈവവചനത്തിൻ്റെ മർമ്മങ്ങളെ നമ്മൾ കണ്ടെത്തുക തന്നെ ചെയ്യണം. ഹല്ലേലൂയ. അങ്ങനെ ആ വിലയേറിയമായ ആ സത്യങ്ങൾ, ഹല്ലേലൂയ, ആ യാഥാർത്ഥ്യങ്ങൾ, ഹല്ലേലൂയ, എന്തെന്ന് മനസ്സിലാക്കി ആ വിത്ത് ഹല്ലേലൂയ നമ്മുടെ ഹൃദയത്തിനകത്ത് വീഴുമ്പോഴാണ് ഹല്ലേലൂയ അത് ഫലപ്രദമായ ഒരു ഫലം നമ്മളിൽ കൊണ്ടുവരുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ട് തന്നെ ഹല്ലേലൂയ, പലപ്പോഴും ഞാൻ പഴയ പാരമ്പര്യ സാഹചര്യത്തിനകത്ത് നിന്നിട്ടും ഇപ്പോഴും ഞാൻ കർത്താവിലേക്ക് വരികയും കർത്താവിനെ വിശ്വസിക്കുകയും പല മീറ്റിങ്ങുകളിലും പ്രാർത്ഥനകളിലും പ്രവചനങ്ങളും ഇതെല്ലാം കേട്ടിട്ടും ഹല്ലേലൂയ പണ്ടെങ്ങോ ജീവിച്ചതുപോലെ തന്നെ എൻ്റെ സാഹചര്യം മുന്നോട്ട് പോകുക. ഹല്ലേലൂയ. പലരും വിളിച്ച് നമ്മളോട് സംസാരിക്കുകയും ചെയ്തത്, ഹല്ലേലൂയ, പല ചർച്ചകളിലൊക്കെ നമ്മൾ വിളിച്ചു പറയുന്നതിൻ്റെ കാരണം എന്ന് പറയുന്നത്, ഹല്ലേലൂയ ബ്രദറെ, ഞങ്ങളുടെ ജീവിതത്തിനകത്ത് ഒരു മാറ്റവും വരുന്നില്ല. പ്രാർത്ഥനയ്ക്ക് പോകുന്നുണ്ട്, ആരാധനയ്ക്ക് പോകുന്നുണ്ട്, മെസ്സേജ് കേൾക്കുന്നുണ്ട്, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്. ഹല്ലേലൂയ. എന്നാൽ പണ്ടൊക്കെ ഞങ്ങൾ ജീവിച്ചതുപോലെ തന്നെയാണ് ഞങ്ങൾ ഇപ്പോഴും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിന് നിങ്ങളോട് സംസാരിക്കാനുണ്ട്, ദൈവത്തിന് മറുപടി നിങ്ങളോട് ഹല്ലേലൂയ ഇടപെടാനുണ്ട്. അങ്ങനെ ഹല്ലേലൂയ നിങ്ങളുടെ ഹൃദയത്തിനകത്ത് ഹല്ലേലൂയ അങ്ങനെ ഒരു ചോദ്യം നിങ്ങളുടെ അകത്ത് ഉണ്ട് എങ്കിൽ ഹല്ലേലൂയ നിശ്ചയമായും പരിശുദ്ധാത്മാവ് നിങ്ങളോടാണ് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. ഹല്ലേലൂയ. നിങ്ങളോട് ദൈവത്തിന് സംസാരിക്കാനുണ്ട്. ഹല്ലേലൂയ. എല്ലാ ചോദ്യത്തിൻ്റെയും മറുപടി ഹല്ലേലൂയ കർത്താവ് ചെയ്യും. ഹല്ലേലൂയ. ഇതേപോലെ ഒരു ചോദ്യമായിട്ട് നിന്നൊരു വ്യക്തിയാണ് ഞാൻ സംസാരിക്കുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ട് തന്നെ ദൈവം സംസാരിച്ചിരിക്കുന്ന പരിപൂർണമായ ബോധ്യം, ഹല്ലേലൂയ, എനിക്ക് തന്നിരിക്കുന്ന ആ ഒരു വെളിപ്പാട് ഹല്ലേലൂയ നിങ്ങളിലേക്കും അത് ഷെയർ ചെയ്യുവാൻ ഹല്ലേലൂയ ഞാൻ ആഗ്രഹിക്കുന്നു. ഈ വചനമൊക്കെ നിങ്ങൾക്ക് വളരെ അനുഗ്രഹമാകും. ഹല്ലേലൂയ. ഞാൻ ഈ കൊടുക്കുന്ന മെസ്സേജ്, ഹല്ലേലൂയ നൽകുന്ന മെസ്സേജ് ഹല്ലേലൂയ വീണ്ടും നിങ്ങളുടെ ഹല്ലേലൂയ അതൊരു നോട്ടിഫിക്കേഷനാക്കി ഹല്ലേലൂയ വന്ന് ഹല്ലേലൂയ നിങ്ങൾ അതിനെ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് ഹല്ലേലൂയ ഞാൻ ദൈവനാമത്തിൽ അറിയിക്കുകയാണ്. എങ്കിൽ മാത്രമേ ഞങ്ങൾ കൊടുക്കുന്ന എല്ലാ വീഡിയോസും ഹല്ലേലൂയ നിങ്ങൾക്ക് അത് കേൾക്കാനും അത് കാണാനും ഒക്കെ ഹല്ലേലൂയ അത് അനുഗ്രഹമായി മാറത്തുള്ളൂ. ഹല്ലേലൂയ. നിങ്ങൾ കേൾക്കുന്ന മെസ്സേജ്, നിങ്ങൾ ഈ ചാനൽ നിങ്ങളത് സബ്സ്ക്രൈബ് ചെയ്യുക. ഹല്ലേലൂയ. നിങ്ങൾ അടുക്കുന്ന മെസ്സേജ് ഹല്ലേലൂയ വെറുതെ ഒരു മെസ്സേജ് നൽകുകയല്ല. ഹല്ലേലൂയ. ദൈവം ഹല്ലേലൂയ എന്താണോ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്, ഹല്ലേലൂയ അത് തന്നെയാണ് ഹല്ലേലൂയ ഞങ്ങൾ നിങ്ങൾക്കായിട്ട് അത് അയക്കുന്നത്. ഹല്ലേലൂയ. ഇതെല്ലാ മെസ്സേജും നിങ്ങൾക്ക് വളരെ അനുഗ്രഹമാകും എന്നതിനകത്ത് യാതൊരുവിധ സംശയവുമില്ല. ഹല്ലേലൂയ. കർത്താവ് നിങ്ങളെ മാനിക്കട്ടെ. ആമേൻ.